ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. പിടിയും കോഴിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. നമുക്കിന്ന് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈസി ആയിട്ടൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നാടൻ ചിക്കൻ കറിയുടെ കൂടെ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ എടുക്കുന്ന പൊടി എടുത്താൽ മതി. ഒരു കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സാധാരണ ചെറിയ ജീരകം, 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ, പിന്നെ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഓരോ നാട്ടിലും ഇത് ഉണ്ടാക്കുന്ന രീതിയും ഇൻഗ്രീഡിയൻസും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ സിമ്മിലാക്കി വെച്ചിട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടാൻ നിൽക്കേണ്ട, കുറച്ചിട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ബാക്കിയൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുഴുവൻ പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടും കുറച്ച് പൊടിയൊക്കെ നനയാതെ, ഒട്ടും നനവില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. അത് നമ്മുടെ പൊടി വറുത്തെടുക്കുന്നതിൻ്റെ ആ പാകത്തിലുള്ള വ്യത്യാസമാണ്. ചില പൊടി പെട്ടെന്ന് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ 1-2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് വെള്ളം ഒന്ന് എക്സ്ട്രാ തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ചെറിയ ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇപ്പോഴത്തെ ചെറിയൊരു ചൂടുണ്ട്, നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിലർ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും കൂടി ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്ന് വെച്ച് ഇടിയപ്പത്തിനെ പോലെ വളരെ സ്മൂത്താക്കി എടുക്കണം എന്നൊന്നും പറയുന്നില്ല. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാനുള്ളതാണ്. അപ്പം ആ ഒരു രീതിക്ക് നന്നായിട്ട് ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. വലിയ ബോൾസിനേക്കാൾ എപ്പോഴും ചെറുതാവുമ്പോഴാണ് അതിലേക്ക് നമ്മൾ ലാസ്റ്റുള്ള തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുക. പിന്നെ ഒട്ടും സമയമില്ലെങ്കിൽ കുറച്ച് വലിയ ഉരുളകളാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടേസ്റ്റ് കുറയുന്നു മാത്രം. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബോൾസ് ആയിട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിലരിങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഒരു ഡിസ്ക് പോലെ ആക്കി എടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം. ഇതിപ്പോൾ 2 പ്ലേറ്റിലുണ്ട്. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റീമറിലേക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കണം. സമയം 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞതിനേക്കാൾ 2 മിനിറ്റ് എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുണ്ട്. സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കുക്കായോ എന്നൊന്ന് നോക്കുക. ഇപ്പോൾ പിടിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നല്ല തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കണം. 4 കപ്പ് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ അരിച്ച് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉരുളിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ കട്ടി തേങ്ങാപ്പാൽ ഇതിന് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താൽ ഇത് തിളച്ച് വരുമ്പം ഉറപ്പായിട്ടും പിരിഞ്ഞു പോകും. തേങ്ങയിൽ വെള്ളം ചേർത്തിട്ട് 3-4 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഒപ്പം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1-2 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് ജീരകം, ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അധികമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാലിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ പിടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പതിയെ പതിയെ, ഇത് കുറച്ച് സമയം എടുക്കും. പതിയെ പതിയെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പിടിയിലെ അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇതൊരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കേണ്ട. ഇതിങ്ങനെ പതുക്കെ തന്നെ കുറുകി വരണം.
അപ്പോഴേ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഈ പിടിയിലേക്ക് അങ്ങ് ഇറങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ടാൽ ഇത് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നാടൻ ഐറ്റമാണ്. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് കുറേ കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയിലാവരുത്, കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ അത് തന്നെ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അവിടുന്ന് തണുത്തോട്ടെ. ഏകദേശം ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് നല്ല വറുത്തരച്ച ചിക്കൻ്റെ കൂടെയോ നിങ്ങളുടെ അടുത്തുള്ള ഏത് ചിക്കൻ റെസിപ്പീൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി തേങ്ങാപ്പാലൊന്നും എടുക്കാൻ താല്പര്യമില്ല, യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സ്റ്റീം ചെയ്ത് വെച്ച പിടി ഡയറക്റ്റായിട്ട് ചിക്കൻ കറിയിലേക്ക് ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നന്നായി സെറ്റായ ശേഷം നമുക്ക് കഴിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.